ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നോക്കുന്നത് വിവരാവകാശ നിയമം 2005 പറ്റിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പരീക്ഷകൾക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. ഇതെല്ലാവരും പഠിച്ചോണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം വിവരാവകാശ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പും ഇതിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുകയാണ്. വിവരാവകാശ നിയമം ജസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കുക. അതായത് സർക്കാരിനെ അഴിമതി രഹിതമാക്കുക എന്നതാണ് മെയിൻ ഉദ്ദേശം. അതായത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യുന്നു, പുരോഗതി ചെലവുകളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു പൗരനും അവകാശപ്പെടുന്നു. അപ്പം ഇതാണ് വിവരാവകാശ നിയമത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, സർക്കാരിനെ അതിൻ്റെ പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ഒരു വഴിയാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. സർക്കാരിൻ്റെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാം. അതായത് എല്ലാ ഭരണഘടനാ അധികാര സ്ഥാപനങ്ങളും ഏജൻസികളും ഗവൺമെൻറ് ധനസഹായം നൽകുന്ന സംഘടനകളും ഈ നിയമത്തിൻ്റെ പരിധിയിൽ പെടുന്നു. അതായത് എല്ലാ ഭരണഘടനാ അധികാര സ്ഥാപനങ്ങളും ഏജൻസികളും ഗവൺമെൻറ് ധനസഹായം നൽകുന്ന സംഘടനകളും ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. വിവരങ്ങൾക്കായുള്ള പൗരന്മാരുടെ അഭ്യർത്ഥനകൾക്ക് സമയബന്ധിതമായി എന്ത് ചെയ്യണം, ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതുപോലെ തന്നെ പൊതു അധികാരികൾ ഈ നിയമം എന്ത് ചെയ്യുന്നു, ഈ നിയമപ്രകാരം വിവരം അന്വേഷിക്കുന്ന ഒരു പൗരന്മാർക്ക് ഒരു പ്രത്യേക സമയമുണ്ട്. അതിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ഇനി നിശ്ചിത സമയത്ത് പൗരന് ഒരു പ്രതികരണം ഇവരുടെ കീഴിൽ നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവർക്ക് പിഴ ചുമത്താം. അതായത് അധികാരികൾ കാലതാമസം വരുത്തിയാൽ പിഴ ഈടാക്കാൻ ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങളിൽ ഏറ്റവും ജനാധിപത്യ മൂല്യം അവകാശപ്പെടുന്ന നിയമമാണ് 2005 വിവരാവകാശ നിയമം. ഇനി ഏതൊക്കെ വിവരങ്ങളാണ് ഈ നിയമത്തിലൂടെ അഭ്യർത്ഥിക്കാൻ കഴിയുന്നത്? അതായത് സർക്കാർ പാർലമെൻറ്റിൽ വെളിപ്പെടുത്തുന്ന ഏത് വിവരവും പൗരന്മാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് തേടാം. അതായത് സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിക്കത്തില്ലേ ഓരോന്ന്, അപ്പോൾ ആ വിവരങ്ങൾ ഓരോ പൗരനും അവകാശപ്പെടാം. ഓക്കെ. അതുപോലെ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന ചില വിവരങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ പരമാധികാരവും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ ഈ നിയമത്തിൻ്റെ ഒരു പരിധിയിൽ അതായത് ഒഴിവാക്കിയിട്ടുണ്ട്. ആഭ്യന്തര സുരക്ഷ, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, ഭൗതിക സ്വത്തവകാശം, അതായത് ക്യാബിനറ്റ് ചർച്ചകൾ എന്നിവ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒഴിവാക്കിയ 2 കിട്ടിയല്ലോ. ആഭ്യന്തര സുരക്ഷ ഒഴിവാക്കി, വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം, ഭൗതിക സ്വത്തവകാശം, അതൊക്കെ ക്യാബിനറ്റ് ചർച്ചകൾ, ഇതെല്ലാം ഈ നിയമത്തിൻ്റെ പരിമിതികളാണ്, ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ജാഗ്രത പുലർത്തേണ്ട പൗരന്മാരെ സൃഷ്ടിക്കാൻ ഈ നിയമം വിഭാവനം ചെയ്യുന്നു. മറ്റ് ലക്ഷ്യങ്ങൾ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വം സുതാര്യതവുമാക്കുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. ഉത്തരവാദിത്തം ഉള്ളവരും സുതാര്യതയും ഉറപ്പുവരുത്തുക. അഴിമതി തടയുക, നിർമ്മാർജ്ജനം ചെയ്യുക. ഭരണാധികാരികൾക്ക് ജനങ്ങളുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. സർക്കാരിനെ ചോദ്യം ചെയ്യാൻ പ്രാപ്തരാക്കുക. ഇതാണ് ഇതിനകത്തിലെ മെയിനായിട്ടുള്ളത്. ഇനിയും 2005 വിവരാവകാശ നിയമപ്രകാരം സുപ്രധാന വ്യവസ്ഥകൾ, അതായത് അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് വായിച്ച് വെക്കുക. സെക്ഷൻ 2H, പൊതു അധികാരികൾ എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ കീഴിലുള്ള എല്ലാ അധികാരികളെയും ഇത് അർത്ഥമാക്കുന്നത്. പൊതു അധികാരികളുടെ കീഴിൽ ആരൊക്കെ വരുന്നുള്ളൂ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ തദ്ദേശ സ്ഥാപനങ്ങളുടെയോ കീഴിലുള്ള എല്ലാ അധികാരികളെയും ഇതിൽ ഉൾപ്പെടുത്തുന്നു. അടുത്തത്, പൊതു ഫണ്ടിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ധനസഹായം ലഭിക്കുന്ന സിവിൽ സൊസൈറ്റികളും വിവരാവകാശ നിയമ പരിധിയിൽ വരും. അതാണ് ഇമ്പോർട്ടൻസ്. ഇനി സെക്ഷൻ 4(1)(b) പറയുന്ന സർക്കാർ വിവരങ്ങൾ സൂക്ഷിക്കേണ്ട അവ നിയമാനുസൃതമായി വെളിപ്പെടുത്തേണ്ടതുമാണ്.
സോ സെക്ഷൻ 4(1)(b) പറയുന്നത് എന്താണ്? സർക്കാർ വിവരങ്ങൾ സൂക്ഷിക്കേണ്ടതും അവ നിയമാനുസൃതമായി വെളിപ്പെടുത്തേണ്ടതുമാണെന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി സെക്ഷൻ 6 എന്ത് പറയുന്നു? വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു ലളിതമായ നടപടിക്രമം നിർദ്ദേശിക്കുന്നു. സെക്ഷൻ 7 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? PIO അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരങ്ങൾ നൽകുന്നതിനൊരു സമയപരിധി നിശ്ചയിക്കുന്നു. സെക്ഷൻ 8 രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മാത്രം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു കേട്ടോ. രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വന്നതാണ്. എന്താണ്? രഹസ്യ സ്വഭാവമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാം, വെളിപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിനെതിരെയുള്ള ഇളവുകൾ പരാമർശിക്കുന്നതാണ് സെക്ഷൻ 8(1). വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിനെതിരെയുള്ള ഇളവുകൾ. ഇനി സെക്ഷൻ 8(2) എന്താണ്? 1923 ഔദ്യോഗിക രഹസ്യ നിയമത്തിന് കീഴിൽ ഒഴിവാക്കിയിട്ടുള്ള വിവരങ്ങൾ പൊതു താൽപ്പര്യത്തിന് വിധേയമാണെങ്കിൽ അത് വെളിപ്പെടുത്തുന്നതിന് സെക്ഷൻ 8(2) വ്യവസ്ഥ ചെയ്യുന്നു. ഓക്കെ. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് 8. അതായത് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ നമുക്ക് വെളിപ്പെടുത്തേണ്ടതില്ല എന്നതാണ് ഇതിൽ പരാമർശിക്കുന്നത്. സെക്ഷൻ 19 അപ്പീലിനായി ദ്വിതല സംവിധാനമുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് അപ്പീലിന് പോകാൻ ഉള്ള സംവിധാനം, ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ ലഭിച്ചു, അതിനെതിരെ നമ്മൾ തൃപ്തികരമല്ലെങ്കിൽ ദ്വിതല സംവിധാനം ഉണ്ട്. സെക്ഷൻ 20 കൃത്യസമയത്ത് വിവരങ്ങൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യസമയത്ത് വിവരങ്ങൾ നൽകുന്നതിന് പരാജയപ്പെടുകയോ തെറ്റായതോ അപൂർണമായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതായ വിവരങ്ങൾ നൽകിയാൽ പിഴ ചുമത്താം കേട്ടോ. ആ അതോറിറ്റിക്കെതിരെ പിഴ ചുമത്താം. ഓക്കെ. സെക്ഷൻ 23 കീഴ്ക്കോടതികൾക്ക് വ്യവഹാരങ്ങളോ അപേക്ഷകളോ കേൾക്കുന്നതിൽ നിന്ന് വിലക്കുണ്ട്. ഓക്കെ. കീഴ്ക്കോടതികൾക്ക് വ്യവഹാരങ്ങളോ അപേക്ഷകളോ കേൾക്കുന്നതിൽ നിന്ന് വിലക്കുണ്ട്. എന്നാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, 226 പ്രകാരം എന്താണ്? സുപ്രീം കോടതിയും ഇന്ത്യൻ കോടതികളുടെയും റിട്ട് അധികാര പരിധിയെ ബാധിക്കില്ല. അപ്പം 32, 226, 32 എന്താണ്? സുപ്രീം കോടതിയുടെ റിട്ട് അധികാരമായിരുന്നു. 226 ഹൈക്കോർട്ടിൻ്റെ റിട്ട് അധികാരമാണ്. അപ്പം എന്താണ് ഇതിനകത്ത് പറയുന്നത്? കീഴ്ക്കോടതികൾക്ക് വ്യവഹാരങ്ങളോ അപേക്ഷകളോ കേൾക്കുന്നതിൽ നിന്ന് വിലക്കുണ്ടെന്നാണ്. ഓക്കെ. ഇനി വിവരാവകാശ നിയമത്തിൻ്റെ ഒരു പ്രാധാന്യം എന്നൊരു പോർഷനിൽ നോക്കാം. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഒരു പൗരന് അധികാര ദുർവിനിയോഗത്തെയും ഭരണത്തിലെ രഹസ്യ സ്വഭാവത്തെയും ചോദ്യം ചെയ്യാൻ 2005 വിവരാവകാശ നിയമം അധികാരം നൽകുന്നു. ഓക്കെ. ഇനി കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ വിവരാവകാശ കമ്മീഷനുകൾ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കേന്ദ്രത്തിലുമുണ്ട് സംസ്ഥാനത്തിലുമുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് നോക്കണം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനുടെ വിവരാവകാശ നിയമം ആഗോളതലത്തിൽ ഏറ്റവും അധികം ഉപയോഗപ്പെടുന്ന നിയമമാണ്. ഓക്കെ. ഓരോ വർഷവും ഏകദേശം 6 ദശലക്ഷം അപേക്ഷകൾ ഇതിന് കീഴിൽ സമർപ്പിക്കുന്നു. ഈ അപേക്ഷകൾ അടിസ്ഥാന അവകാശങ്ങളുടെ വിതരണത്തിന് ഗവൺമെൻറ്റിനെ ചുമതലപ്പെടുത്തുന്നതിന് മുതൽ രാജ്യത്തെ പരമോന്നത ഓഫീസുകളെ ചോദ്യം ചെയ്യുന്നത് വരെയുള്ള നിരവധി പ്രശ്നങ്ങളെയൊക്കെ വിവരങ്ങൾ തേടുന്നുണ്ട് കേട്ടോ. അഴിമതിയും മനുഷ്യാവകാശ ലംഘനങ്ങളും ഭരണകൂടത്തിൻ്റെ തെറ്റായ നടപടികളും തുറന്നു കാട്ടാൻ സാധിക്കുന്നതിനായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പൗരന്മാരുടെ ജീവിതത്തെ ബാധിക്കുന്ന സർക്കാരിൻ്റെ നയങ്ങൾ, തീരുമാനങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള ഒരു ഉപകരണമാണ് വിവരാവകാശ നിയമം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 21. 19 നമുക്ക് സ്വാതന്ത്ര്യമാണ് പറയുന്നത്. 21 ഏതാണ്? നമ്മുടെ ഭരണഘടനയിൽ പരാമർശിക്കുന്നത് അനുച്ഛേദത്തിൽ ഇതിലെന്താണ്? മൗലികാവകാശമാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 21 എന്നിവയിൽ നിന്നുള്ള മൗലികാവകാശമാണ് വിവരാവകാശം. ഓക്കെ. ഇനി ഇതിനൊരു ഭേദഗതി ബില്ല് വന്നത് 2019. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഭേദഗതി 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 13, 16, 27 എന്നിവ ഭേദഗതി ചെയ്തു. അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇത് അവതരിപ്പിച്ചത് ലോക്സഭയിൽ അവതരിപ്പിച്ച ആരാണ്? ജിതേന്ദ്ര സിംഗ് ആണ് ഇത് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. അങ്ങനെ ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1.
ഇതൊക്കെയാണ് പറയുന്നത്. അതായത് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന കാലയളവിലേക്ക് ഓഫീസ് വഹിക്കണമെന്ന് അതായത് എന്താണ്, അതായത് മുൻപ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുടെയും മറ്റു വിവരാവകാശ കമ്മീഷനുടെയും കാലാവധി എത്രയാണ്? 5 വർഷമായിരുന്നു. എന്നാൽ ഭേദഗതിക്ക് ശേഷം എന്തായിരുന്നു ഇവരുടെ കാലാവധി? അതായത് കേന്ദ്ര സർക്കാരാണ് നിശ്ചയിക്കുന്നത്. ഓക്കെ, അതാണ് കാലാവധിയിലെ വ്യത്യാസം വന്നത്. പിന്നെന്താണ്? ശമ്പളം, വേതനം, മറ്റ് സേവന വ്യവസ്ഥകൾ എന്നിവ നിർണ്ണയിക്കുന്നതിൽ കേന്ദ്ര സർക്കാരാണ്. ഓക്കെ, ശമ്പളം, വേതനമൊക്കെ കേന്ദ്ര സർക്കാരാണ്. ഇപ്പം മുഖ്യ വിവരാവകാശ കമ്മീഷൻ്റെ ശമ്പളം പറയുന്നുണ്ട് 2,50,000. ഓക്കെ, മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എന്നിവരുടെ ശമ്പളം എത്രയാണ്? 2,25,000 ആണ്. എന്നാൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ്റെ സാലറി 2,50,000 ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം മനസ്സിലായല്ലോ. അപ്പം അടുത്ത ക്ലാസ് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാർട്ട് 1 എല്ലാവരും നല്ലപോലെ പഠിക്കുക. താങ്ക് യു.